2004 രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് രജിസ്ട്രേഷൻ രണ്ടാമത് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ ഇതിന് ഒരു സമിതിയുടെ ഉത്തരവാദികളായിട്ട് ആരുമില്ല. അല്ല, ഇത് കട്ട് ചെയ്യാനുള്ള കാരണത്തിൽ അതെങ്ങനെയാണ് അതിലേക്ക്? അത് ഞാൻ അവരുടെ ഈ അഴിമതിയെക്കുറിച്ചും ഈ പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് തോന്നി ഇയാളിനെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാൻ കൊള്ളത്തില്ലെന്ന്. ആ ഒരു വൈരാഗ്യത്തിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവൻ കുടിശ്ശക്കാരനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ കുടിവെള്ളം കട്ടി. ഇത് 3000 രൂപ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും 5000 രൂപ ഇതിൻ്റെ ഡെപ്പോസിറ്റ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പ്രസിഡന്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുടെ ഞാൻ ഈ പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ എമൗണ്ടിന് എനിക്കൊരു രസീതൊന്നും തരിക അല്ലെങ്കിൽ ആ യാതൊരു വിധമായ റിക്കാർഡും. ഞാൻ അങ്ങനെ കുടിശ്ശക്കാരനാണ്, ഞാൻ ആ പൈസ അടയ്ക്കാനും തയ്യാറാണ്. ഞാൻ എവിടെ അടയ്ക്കേണ്ടത് എന്തെങ്കിലും ഒരു വഴി അവർ പറഞ്ഞു തരണ്ടേ. പല പ്രാവശ്യവും ഞാൻ അവരെടുത്ത് മുട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടെ പോയി മുട്ടിയിരുന്നാലും എവരാരും അതിനൊരു ശ്രദ്ധയൊന്നുമില്ല. അവസാനം ഞാൻ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടു. നമസ്കാരം. 22 വർഷം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിച്ച ഒരു അർദ്ധ സൈനിക വിഭാഗം ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കഴിഞ്ഞ 10-12 വർഷത്തോളമായി തനിക്ക് നിഷേധിക്കപ്പെട്ട കുടിവെള്ളത്തിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടുകൾ, പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള കുടിവെള്ളം വിലക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും അദ്ദേഹം കണ്ടു, അപേക്ഷ കൊടുത്തു, പരാതി കൊടുത്തു. എന്നിട്ടും ഇതുവരെ അദ്ദേഹത്തിന് കുടിവെള്ളം പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. കുടിവെള്ളക്ഷാമത്തിന് ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത്. കൊല്ലം ജില്ലയിലെ വെളിനെല്ലൂർ പഞ്ചായത്തിലെ മീയനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. അബ്ദുൾ റഹീം എന്നാണ് പേര്. 22 വർഷം BSF ജോലി ചെയ്തിരുന്ന ആളാണ്. അത് എന്താണ് സംഭവിച്ചത് എന്ന് ഉള്ള കാര്യം മറുനാടനുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്? ഇത് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് സ്വജൽധാര കുടിവെള്ള പദ്ധതി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പോൾ ഇവിടെ ഈ ഞങ്ങളുടെ ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായതുകൊണ്ട് ഇതിൻ്റെ ഒരു പദ്ധതി ഞങ്ങളുടെ അമീയന പ്രദേശത്ത് വേണമെന്ന് വെച്ചിട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടെ ഇതോടുകൂടി സഹകരണത്തോടുകൂടി ഞങ്ങളുടെ ഈ 90% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഫ്ലൈറ്റ് ഞങ്ങളുടെ ഈ മീയനയിൽ സ്ഥാപിച്ചു. 10% എക്സ്പെൻസ് അത് ഉപഭോക്താക്കളാണ് വായിക്കുന്നത്. നിങ്ങൾ ഗുണഭോക്താക്കൾ എത്ര പേരുണ്ട്? ഇപ്പോഴും അതിനകത്ത് അറൗണ്ട് 40. ഈ 2-3 വാർഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അല്ലേ പഞ്ചായത്തിൽ? രണ്ട് വാർഡാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാർഡൊക്കെ വിഭജിച്ച് വന്നപ്പോൾ എത്ര വരുന്നു എങ്കിലും 3 വാർഡ് അതിനകത്ത്. 3 വാർഡുകളിലായിട്ട് 40ഓളം പേർക്ക്. ഇതിന്റെ ചെലവുകളെല്ലാം വഹിക്കുന്ന സമിതി തന്നെയാണ് ഈ ഗുണഭോക്തൃ സമിതിയാണ്. കൊല്ലം ജില്ലയില് നമ്മൾ ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ്. അതെ, സംഘം രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസ്. ഇത് നിങ്ങളൊരു സംഘം പോലെ രൂപീകരിച്ചിട്ടാണ് ഗുണഭോക്താക്കളെ ചേർത്തൊരു സംഘം പോലെ രൂപീകരിച്ച് അവരാണ് ഇതിന്റെ നടത്തിപ്പ്. അപ്പോൾ അതിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ വർഷവും ആ രജിസ്ട്രേഷൻ പുതുക്കണം. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അവിടെ പറയണം, കൊടുക്കണം, ഒക്കെ ചെയ്യണം. ഇത് 2004 മറ്റോ ഇത് ഒരു പ്രാവശ്യം ആദ്യം, അതായത് ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതല്ലാതെ കണക്കുകൾ കൊടുത്തിട്ടില്ല. അതിനുശേഷം ആ രജിസ്ട്രേഷൻ പുതുക്കുകയോ കണക്കുകൾ അവതരിപ്പിക്കുകയോ ആഡിറ്റുകൾ നടത്തിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായ ആൾക്കാരെ ബോധ്യപ്പെടുത്തുകയോ. കാരണം ഇതിൻ്റെ കിട്ടുന്ന പൈസയൊക്കെ ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുണ്ട്. അവർ ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. വാങ്ങുന്ന പൈസകൾക്ക് രസീത് കൊടുക്കുകയോ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചോദിക്കുമ്പോഴെല്ലാം ചോദിക്കുന്ന പൈസ കൊടുക്കണം. അതല്ലെങ്കിൽ അവർക്ക് ഭീഷണി, കട്ട് ചെയ്തോളയും, അത് ചെയ്തോളയും, ഇത് ചെയ്തോളയും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2004 രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് രജിസ്ട്രേഷൻ രണ്ടാമത് പുതുക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ ഇതിനെ ഒരു സമിതിയെ
അവരുടെ ഉത്തരവാദികളായിട്ട് ആരുമില്ല. ഇതിന്റെ ഈ വെല്ലും ടാങ്കും ഒക്കെ എവിടെയാണ്? ഈ വെല്ലും ടാങ്കൊക്കെ ഞങ്ങളുടെ ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ആണ്. അതിപ്പോ എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണെന്ന് അറിയാമോ? അത് എനിക്ക് തോന്നുന്നു 10,000 ലിറ്റർ ആണോ എന്ന് സംശയം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ പദ്ധതി ചേരുന്ന ഏത് വർഷമാണ്? ഞാൻ 2007 2008 എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അന്നേരം ഡെപ്പോസിറ്റും അന്ന് ഡെപ്പോസിറ്റ് ഈ ഒരു 8,000 രൂപ എൻ്റെ ഇന്ന് ക്യാഷായിട്ട് മേടിച്ചു വാങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞത് 3,000 രൂപ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജും 5,000 രൂപ ഇതിൻ്റെ ഡെപ്പോസിറ്റ് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ. ഈ മേടിച്ച പൈസ ഇത്രയും ഞാൻ അതിൻ്റെ അന്ന് സമിതിയിൽ നിന്നിട്ട് പ്രസിഡന്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളുടെ ഞാൻ ഈ പൈസ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ എമൗണ്ടിന് എനിക്കൊരു രസീതൊന്നും തരികയോ അല്ലെങ്കിൽ ആ യാതൊരു വിധമായ റെക്കോർഡോ തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെന്ന് മാത്രമല്ല ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്നത് വരെയും ഇവർ വാങ്ങുന്ന പൈസ യാതൊരുവിധ രസീതുകളോ അക്നോളജ്മെന്റോ കൊടുത്തിട്ടില്ല. നമ്മൾ എത്ര നാൾ ഈ കുടിവെള്ളം ഉപയോഗിച്ചു ഇതിനകത്ത്? കുടിവെള്ളം തുടർന്ന് ഒരു 5 വർഷം 6 വർഷം ഉപയോഗിച്ചാണ്. 2014 ജനുവരിയിലാണ് ഇവർ എൻ്റെ ഈ വെള്ളം കട്ട് ചെയ്തത്. അല്ല, ഇത് കട്ട് ചെയ്യാനുള്ള കാരണത്തിൽ അതെങ്ങനെയാണ് അതിലേക്ക്? അത് ഞാൻ അവരുടെ ഈ അഴിമതിയെക്കുറിച്ചും ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അപ്പോൾ കമ്മിറ്റിയൊക്കെ വല്ലപ്പോഴും കൂടുമ്പോൾ ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് തോന്നി ഇയാളിനെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ കൊള്ളത്തില്ലെന്ന്. ആ ഒരു വൈരാഗ്യത്തിൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞല്ല, അവൻ കുടിശ്ശക്കാരനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എൻ്റെ കുടിവെള്ളം കട്ട് ചെയ്തു. അതിന് നോട്ടീസ് തന്നാലോ? ഇല്ല, ഒന്നും തന്നില്ല. ഒന്നും തന്നിട്ടില്ല. ഇത് നമ്മൾ പിന്നെ എങ്ങനെ അറിഞ്ഞു ഇത് കട്ട് ചെയ്താണെന്ന് എങ്ങനെ അറിയുന്നത്? ഞാൻ അന്ന് അവിടെ ഇല്ല. അപ്പോൾ എവരിങ്ങനെ നേരത്തെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്നതിൻ്റെയാണ്. പക്ഷെ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ അറിയില്ല. ഞാൻ അന്ന് അവിടെ ഇല്ല. ഞാൻ അന്നും ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഞാനൊന്ന് അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില റൗഡീസുകളും ചില ഒത്താശക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു സംഘടനയാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയി. ഇതിനെന്തോ കാരണം പറഞ്ഞെന്താ? കാരണം ഞാൻ കുടിശ്ശേക്കാരനാണെന്ന്. എത്ര രൂപയുടെ കുടിശ്ശിയുണ്ടെന്ന്? 1700 രൂപ 1700 അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ് പറഞ്ഞത്. അതപ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ബില്ല് എങ്ങനെയാ തന്നോണ്ടിരുന്നത്? മാസാമാസമാണോ അതോ 2 മാസം കൂടുമ്പോൾ എങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്നത്? ബില്ല് മാസാമാസം. ഒരു മാസം സാധാരണ എത്ര രൂപയൊക്കെ വരുമായിരുന്നു? അന്ന് ആദ്യമൊക്കെ 70 രൂപയുള്ളായിരുന്നു. ഓ, അത് ശരി. അതിനുശേഷം ഇങ്ങനെ കുറേ ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഈ 1000 രൂപ കുടിശ്ശിക വരണമെങ്കിൽ നമ്മൾ ഒരുപാട് മാസം അടയ്ക്കാതിരിക്കണമല്ലോ. ഈ 70 രൂപയൊക്കെ പ്രതിമാസമാണ് വരുന്നതെങ്കിൽ 1700 രൂപ വെച്ചാണെങ്കിൽ 10 മാസം വരണ്ടേ? എങ്കിൽ പോലും എൻ്റെ 5000 രൂപ അവിടെ ഡെപ്പോസിറ്റ് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് നമ്മളെ മുന്നറിയിപ്പൊന്നും തരാതെ നോട്ടീസ് തരാണ് കട്ട് ചെയ്യുന്നത്. ആ പൈസ ഇന്നും അവരുടെ കയ്യിലാണ് കിടക്കുന്നത്. അല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞു. അതിനുശേഷം ഞാൻ കളക്ടറെ അടുത്ത് പോയി. പഞ്ചായത്താണ് ഇതിന്റെ നടത്തിപ്പ്. ഗുണഭോക്തൃ സമിതി രൂപീകരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിലും നടത്തിപ്പ് പഞ്ചായത്താണ് അല്ലേ? ഓ, പഞ്ചായത്തിൽ പഞ്ചായത്തിനുണ്ട്, ജില്ലാ പഞ്ചായത്തിനുണ്ട്. അവർ രണ്ടിടത്തും പരാതിപ്പെട്ടു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? പക്ഷേ ഞാൻ എവിടെ പോയി മുട്ടിയിരുന്നാലും ഇവരാരും അതിനൊരു ശ്രദ്ധയൊന്നും ചെയ്തില്ല. അവസാനം ഞാൻ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ കൊല്ലം ബെഞ്ചിലിരുന്ന് അവിടുന്ന് എനിക്കൊരു ഉത്തരവുണ്ടായി. 10 ദിവസത്തിനകം ഈ കട്ട് ചെയ്ത കുടിവെള്ളം ഇദ്ദേഹത്തിന് പുനഃസ്ഥാപിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉത്തരവ് മേടിച്ച് ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു, ജില്ലാ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തു, ഡെപ്യൂട്ടി ഡയറക്ടറെ പഞ്ചായത്തിന് കൊണ്ട് കൊടുത്തു. ഇവിടെ നിന്നെല്ലാം ഇവർ ഓർഡർ ഇഷ്യൂ ചെയ്ത് ഇയാളുടെ വെള്ളം ഉടനെ പുനഃസ്ഥാപിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ഫിസിക്കലി അവരിത് പുനഃസ്ഥാപിച്ച് തരാനുള്ള നടപടികളൊന്നും അവർ തടസ്സവാദം എന്താ ഉന്നയിക്കുന്നത്? ഇപ്പം ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഓരോ സ്ഥലത്തും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. വിളിക്കുമ്പോൾ നമ്മൾ ഈ പരാതിയായിട്ട് ചെല്ലുമ്പോൾ നമുക്കെതിരെ ഈ പഞ്ചായത്താണല്ലോ വരുന്നത്. അതെ, അവരുന്നയിക്കുന്ന തടസ്സവാദം എന്താണ്? ഞാൻ കുടിശ്ശികക്കാരനാ, അതുകൊണ്ട്. അപ്പോൾ കുടിശ്ശിക അടച്ചതങ്ങ് ചെയ്താൽ പോരെ? അത് അവരെൻ്റെ അടുത്ത് പൈസ അതും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ പൈസ അടയ്ക്കേണ്ടത്? ഞാൻ അങ്ങനെ കുടിശ്ശികക്കാരനാണ്, ഞാൻ ആ പൈസ അടയ്ക്കാനും തയ്യാറാണ്. ഞാൻ എവിടെ അടയ്ക്കേണ്ടത്? എവിടെയെങ്കിലും ഒരു വഴി അവർ പറഞ്ഞു തരണ്ടേ? പല പ്രാവശ്യവും ഞാൻ അവരുടെ അടുത്ത് മുട്ടിയിട്ടുണ്ട്. ലാസ്റ്റിൽ ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു ഉത്തരവുണ്ടായത്. എങ്ങനെയാണെന്ന് അതിൻ്റെ ഉത്തരവ് എന്താണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് പൈസ പിന്നെ നിങ്ങൾക്ക് കണക്ഷൻ തിരിച്ച് കിട്ടാനുള്ള നടപടി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ കുടിശ്ശിക അടയ്ക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വെളിനെല്ലൂർ പഞ്ചായത്തുമായിട്ട് പോയി ബന്ധപ്പെടാൻ പറഞ്ഞു. നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു? സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചത് അത് ഏത് വർഷം സമീപിച്ചു? ഇപ്പോൾ 2-3 വർഷം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉത്തരവ് എനിക്ക് കിട്ടിയിട്ട്.
ഉത്തരവിനകത്ത് പറയുന്നത് ഇവരെ സമീപിക്കാനാണ്. അതെ. അപ്പൊ അത് പ്രകാരം നമ്മൾ പഞ്ചായത്ത് സമീപിച്ചു. സമീപിച്ചപ്പോൾ പഞ്ചായത്ത് പറഞ്ഞ് ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് അധികാരമൊന്നുമില്ല, ഇത് സമിതിയാണ് ഇതിന്റെ ഉത്തരവാദി, നിങ്ങൾ സമിതിയായിട്ട് പോയി ബന്ധപ്പെടാൻ പറഞ്ഞു. വീണ്ടും ഞാൻ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അതുകൂടാതെ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ അവിടുത്തെ സമിതി പ്രസിഡന്റ് സെക്രട്ടറിയുടെ അഡ്രസ്സിൽ അയച്ചു. എവരില്ല ഇതൊന്നും കൈപ്പറ്റും. ഞാൻ ഇതല്ലാതെ ഒരുപാട് ലെറ്ററുകൾ ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ട്. നമ്മളിപ്പം അവസാനം ഹൈക്കോടതി പോയിട്ട് കോടതിയിൽ നമ്മൾ എതിർകക്ഷികളാക്കി പഞ്ചായത്തിനെ മാത്രമേ വെച്ചിരുന്നുള്ളൂ, അതോ ഈ സമിതിയെ വെച്ചിരുന്നു? സമിതി ഉണ്ടോ? സമിതി കാണും. സമിതിയെ വെക്കുകയാണെങ്കിൽ അവർ ഈ ഹൈക്കോടതി ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി അഥവാ സമിതി ഇല്ലെങ്കിൽ അവർ ഈ ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കും. അല്ല, ഞാൻ രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചല്ലോ. ലെറ്റർ അയച്ചു, കൈപ്പറ്റിയില്ല. അത് വീണ്ടും ഞാൻ പഞ്ചായത്തിൽ വന്നു, സാർ ഞാൻ ഇതുപോലെ ലെറ്റർ അയച്ചു, അവർ കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞു. അവർ ഇതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പഞ്ചായത്ത്. അല്ല, നിങ്ങൾ വീണ്ടും അപ്പോൾ കോടതിയെ സമീപിക്കാൻ കോട്ടലക്ഷ്യമല്ലേ? കോട്ടലക്ഷ്യത്തിന് ഇപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് 2 മാസത്തിനകം എനിക്ക് അതിൻ്റെ ഉത്തരവ് മേടിച്ചു തരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 10 മാസം കഴിഞ്ഞിരിക്കുക. അത് ബെഞ്ചിൽ വന്നിട്ടില്ല ഇതുവരെ? ബെഞ്ചിൽ വന്നോ വക്കീൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അതൊരു വലിയ തലവേദനയായിട്ടിരിക്കുന്നു. ഓക്കെ, നമുക്കപ്പം വീട്ടിൽ കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശമാണ്. അതെ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഏറ്റവും അവസാനത്തെ നമ്മുടെ അത്താണിയാണ് കോടതി എന്ന് പറയുന്നത്. അതെ. അപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടും അവരത് അനുസരിക്കുന്നില്ല. ഇല്ല. അപ്പോൾ നമുക്കിനി ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാനും. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ കിണറ്റിലെ വെള്ളമുണ്ടോ? കിണറ്റിൽ ഇപ്പോൾ 2 ഈ മറ്റേ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇതായോ. നമ്മൾ വേറെ കണക്ഷൻ എടുത്തിരുന്നു. നമുക്ക് അതിന് ശേഷം വാട്ടർ അതോറിറ്റി കണക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഈ സമിതിയിലുള്ള മാക്സിമം ആൾക്കാർക്കും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ളവരാണ്. എങ്കിലും നമ്മൾ ആദ്യം എടുത്ത കണക്ഷൻ ഇതാണ്, നമ്മുടെ പണവും ഉടക്കിടപ്പും. അതെ. അപ്പോൾ നമ്മളെ അങ്ങനെ ഏകപക്ഷീയമായി ഒഴിവാക്കിയതിനെതിരെയാണ് നമ്മുടെ നിയമ പോരാട്ടം. അതെ. എന്നിട്ടും കോടതി പറഞ്ഞിട്ട് പോലും ഇവരിത് പരിഗണിക്കാൻ തയ്യാറാകുന്നുമില്ല. ഈ ഭരണസമിതി സ്ഥിരം കുറെ ആൾക്കാരാണോ അതോ മാറി മാറി വരുന്നുണ്ടോ? ഭരണസമിതി എന്നും പറഞ്ഞ് അതൊരു സമിതി ഇപ്പൊ ഇല്ലല്ലോ. 2004 അത് ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെ അത് രജിസ്ട്രേഷൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാണ്? അത് ഒരു വിഭാഗം ആൾക്കാർ സ്വന്തമായിട്ട് അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് കൊണ്ട് നടക്കുക. ഓ, അപ്പൊ ഈ ഇതിന്റെ ഈ പമ്പ ഓപ്പറേറ്റർ അങ്ങനെ വാൽവ് അതൊക്കെ അവര് തന്നെ നിശ്ചയിക്കും, അവര് തന്നെ ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇവര് അല്ലാതെ നമ്മൾ ഈ കോടതിയെ സമീപിക്കുകയും നിയമ പോരാട്ടം നടത്തി നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ടോ ഇവരുമായിട്ട്? വ്യക്തിപരമായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. പക്ഷെ അവർ എന്നെ 1-2 കേസിൽ അവർ ക്രൈം കേസിൽ എന്നെ പ്രതിയാക്കിയിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് ഞാൻ ഇവർക്കെതിരെ ഏതാണ്ട് അപവാദ ഇതൊക്കെ നോട്ടീസുകളൊക്കെ വിതരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളാണെന്ന് പറയാം, ഉമക്കത്ത് പോലെ നോട്ടീസ്. അതെ. ഇല്ലാതെ അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ അവിടെ അങ്ങോട്ടിട്ട് ഓടിച്ച് അവൻ ഇതിലെ ഓടിപ്പോകുന്ന എങ്ങോട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എനിക്കെതിരെ ഒരു ക്രൈം കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന 2016 മുതൽ ഞാൻ ഇപ്പോഴും ആ കേസ് പറഞ്ഞിട്ടിരിക്കുക. ഇന്നലെ ആ കേസിൻ്റെ എൻ്റെ അവധിയായിരുന്നു. അത് എന്തോ എന്നിട്ട് വിധി വന്നിട്ട് ആയില്ല. ഇവർ ഹാജരാവില്ല, അവർ സാക്ഷികൾ ഹാജരാവില്ല, ഇവർ വരുന്നില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ നമ്മൾക്ക് മാത്രമാണോ ഈ ഇന്നലെ സാക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ കേസ് വിസ്തരിക്കാൻ APP ഇല്ലായിരുന്നതുകൊണ്ട് ഇന്നലെ വിസ്തരിച്ചില്ല. നമുക്ക് മാത്രമാണോ ഈ ഇവരോട് ഇവരിൽ നിന്ന് ഇങ്ങനൊരു തിക്താനുഭവം ഉണ്ടാക്കി? അത് ഇതുപോലത്തെ വേറെ ആൾക്കാർക്കും? ഇതുപോലെ വേറെ ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ് അവരുടെ വെള്ളം അവരെടുത്തോട്ടെ, എനിക്ക് ഇതുമായിട്ട് ആരും ബന്ധമില്ല, എനിക്ക് വന്ന നഷ്ടവും കഷ്ടമൊക്കെ ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാളൊന്നിനും പോയില്ല. അദ്ദേഹം ഇതേ ആരോപണമാണോ ഉന്നയിച്ച, ഈ ചോദ്യം ചെയ്തതാണോ? അതെ. അയാൾ ഇതിൻ്റെ ആദ്യം മുതലുള്ള ഇതിൻ്റെ എക്സിക്യൂട്ടീവിലുള്ള ആളായിരുന്നു. അപ്പോൾ അയാൾ ഇവരുടെ ഈ പ്രവർത്തനമൊക്കെ കണ്ടിട്ട് അയാൾ ഇത് കളഞ്ഞിട്ട് പോയതാണ്. ഓക്കെ. അയാൾ പറഞ്ഞു നിങ്ങളുടെ വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. അയാൾ വെള്ളം എടുപ്പില്ലായിരുന്നു. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ ഇട്ടിരുന്ന അയാളെ ഈ പറയുന്ന പോലെ കുടിശ്ശേക്കാരനാണെന്നും പറഞ്ഞ് അയാളുടെ ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായി കുടിവെള്ളത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിലാണ് അബ്ദുൾ റഹീം. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ BSF ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ആയിട്ടാണ്. ഇപ്പം ഹൈക്കോടതി പോലും ഉത്തരവിട്ടിട്ടും അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിദേവനം. ഇത്രയും പ്രായമായ സ്ഥിതിക്ക് നിയമ പോരാട്ടത്തിന് കയറി ഇറങ്ങുന്നതിനും വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങുന്നതിനും ഒക്കെ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരുകയാണ്. ഈ വരും ദിവസങ്ങളിൽ കോടതിയെ ലക്ഷ്യ ഹർജി നൽകിയിട്ടുണ്ട്. അതിൽ അനുകൂലമായ ഒരു തീർപ്പുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്.